ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായ നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്ത് തരട്ടെ, പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ, വിഷമങ്ങളെ അകറ്റിത്തരട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സന്തോഷ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉറൂസിന്റെ ഭാഗമായി നടത്തുന്ന ഈ സെഷനിൽ മൗലിദാഘോഷം എന്നതാണ് ചർച്ച ചെയ്യാനുള്ള വിഷയം. പലപ്പോഴും നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണതിൽ. അതുകൊണ്ട് തന്നെ പുതുതായി ഇവിടെ ഒന്നും പറയാനില്ല. എല്ലാം പഴയത് തന്നെയാണ് നമുക്ക് പറയാനുള്ളതും പഠിക്കാനുള്ളതും. അല്ലാഹു നല്ലത് പറഞ്ഞ് നല്ലത് പഠിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട ഉദയം ചെയ്ത റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്ത് വിശ്വാസി വൃന്ദം മുഴുവനും, കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും നാട്ടിലുള്ള ചില ആളുകൾ, ബിദഈ പ്രസ്ഥാനത്തിന്റെ വാക്താക്കൾ, മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ റബീഉൽ അവ്വൽ മാസമാകുമ്പോഴേക്ക് കൊട്ടും കൊരവയുമായി രംഗത്ത് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങൾ നടത്താൻ പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല. ആവർത്തിച്ച് അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ നമ്പറാണ് അവിടെ തന്നിട്ടുള്ളത്, അല്ല അത് നമ്പറിൻ്റെതാണെങ്കിൽ അത് ഞാനിപ്പോ അതിപ്പോ എന്നിരുന്നാൽ തന്നെയുമല്ല, ഞാനിപ്പോ എന്നോടിപ്പോ അത് പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ കടന്ന് കെട്ടിത്തിരിയാണ്. അപ്പൊ കുട്ടികളും കിട്ടിയില്ല. കുട്ടികൾ പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഉത്തരവാദപ്പെട്ട നിങ്ങളെ സെക്രട്ടറിയുടെ നമ്പർ നിങ്ങൾ നൽകൂ എന്ന് പറഞ്ഞു. അങ്ങനെ സെക്രട്ടറിയുടെ നമ്പർ കുട്ടികൾ ആ ജില്ലാ സെക്രട്ടറിയുടെ നമ്പർ വാങ്ങി. ജില്ലാ സെക്രട്ടറിയുടെ നമ്പർ വാങ്ങി കുട്ടികൾ വിളിച്ചു. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്നാണ്, നിങ്ങളെ മുജാഹിദ് സെന്ററിന്റെ മുന്നിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തിയ പ്രശ്നമൊന്നുമല്ല, നിങ്ങളുടെ ഒരു പോസ്റ്റർ മഞ്ചേരിയിലും പരിസരത്തും വ്യാപകമായി നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. എന്താണ് അതിലുള്ളത്? 10 ലക്ഷം രൂപ ഇനാം എന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൗലിദാഘോഷം പുണ്യകർമ്മമാണ്, സുന്നത്താണെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ ഇനാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്, ഇനാം കൊണ്ടുപോകാനുള്ള ചാക്കുണ്ട് ഞങ്ങളെ കയ്യില് എന്ന് കുട്ടികൾ പറഞ്ഞപ്പോ ഈ ജില്ലാ സെക്രട്ടറി ആദ്യം ഒന്ന് ഞെട്ടി. ഇയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അത് എവിടെ നിങ്ങൾ ആരാ വിവരം അറിയിച്ചത് ചോദിച്ചു. അയാൾ ചോദിച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ ഓഫീസിൽ നിന്ന് വിവരം അറിയിച്ചതല്ല, പക്ഷെ നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ച പോസ്റ്റർ മഞ്ചേരിയിലും പരിസരത്തും അവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അതിൽ ബന്ധപ്പെടേണ്ട നമ്പറും ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഓഫീസിലെത്തിയപ്പോൾ അയാൾക്ക് അതിലെത്ര താല്പര്യമൊന്നുമില്ല, നിങ്ങളോട് ബന്ധപ്പെടാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ എവിടെ നിങ്ങളുള്ളത് ഇപ്പം വരാമെന്ന് പറഞ്ഞു. അതിൽ ഇയാളാകെ ബേജാറായി. ഇയാളുള്ള സ്ഥലം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അയാൾ കയർത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ എന്തെല്ലാം പോസ്റ്റർ ഒട്ടിക്കും, ആരെ നിങ്ങളോടത് വായിക്കാൻ പറഞ്ഞത്? എന്താ ചോദിക്കാനുള്ളത്? ഇതുണ്ടായതാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങളോടാരത് വായിക്കാൻ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, അങ്ങനെ പല പോസ്റ്ററും ഇവിടെ ഉണ്ട്, മൂലക്കുരു, ഭഗന്തരം, മറിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പോസ്റ്ററും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊന്നും വായിച്ചിട്ട് ഞങ്ങൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഔദ്യോഗികമായി മുജാഹിദുകൾ ഇറക്കിയത് ഈ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും നിങ്ങൾ വിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഫല്യഫ്റഹു, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, സന്തോഷ പ്രകടനം നടത്തണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ, അത് ജനങ്ങൾ, വിശ്വാസികൾ മറ്റ് കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിലേറെ ഖൈറായ ഉത്തമമായ കാര്യമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ തന്നെ ചേർത്തി പറയുകയാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം,
അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്താണ് ഫദ്ല്, എന്താണ് റഹ്മത്ത്? വ്യത്യസ്തങ്ങളായ ഖുർആൻ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇമാം ഇബ്നു അബ്ബാസ്, സ്വഹാബി പ്രമുഖൻ, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം. ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. കണ്ടോ, വറഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് എന്ന് ആയത്തിൽ പറഞ്ഞത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്, കുറിച്ചാണ്. കാരണം ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മൊത്തവും റഹ്മത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളത്, പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. മറ്റൊരു തഫ്സീറിൽ കാണാം, ഈ പറഞ്ഞ ഫദ്ല് കൊണ്ട് വിവക്ഷ, റഹ്മത്ത് കൊണ്ട് വിവക്ഷ, രണ്ടും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു എന്നാണ്. അപ്പോ ആകത്തുക എന്തായി? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് നമുക്കറിയാം. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദറക്കിൽ രേഖപ്പെടുത്തി വെച്ചു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ. ആരംഭ റസൂല് പറയുകയാണ്, ഞാൻ നിശ്ചയം നിങ്ങൾക്കുള്ള റഹ്മത്താകുന്നു. അള്ളാഹുവിന്റെ റസൂല് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിന്റെ 100ാമത്തെ ആയത്ത് ഹദീസായി ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഹദീസ് അനുസരിച്ച്, അതുപോലെ മുഫസ്സിറുകൾ പഠിപ്പിക്കുന്ന വ്യാഖ്യാനം അനുസരിച്ച് ഈ ആയത്തിൽ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നാം സന്തോഷം പ്രകടിപ്പിക്കണം, ആഹ്ലാദം പ്രകടിപ്പിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഈ പറഞ്ഞ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ സന്തോഷ പ്രകടനം ചില ആളുകൾ ചോദിക്കുന്നത് വലിയ കാര്യമായി മുജാഹിദുകൾ ചോദിക്കാറുള്ളത് എന്താ? അങ്ങനെ ആയത്തിലുണ്ട്, തഫ്സീറിലൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. ഈ പറഞ്ഞ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ഹദീസുകളിൽ കാണില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, ഒരാളും പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതോ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ. അത് റബീഉൽ അവ്വൽ മാസത്തിൽ എന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് വാദമില്ല. റബീഉൽ അവ്വലും പറ്റും, റബീഉൽ ആഖിറിലും പറ്റും, റജബിലും പറ്റും, ശഅബാനിലും, റമദാൻ. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ മാസത്തിലും മൗലിദ് ഓതുന്നത്. നോക്ക് നിങ്ങൾ, എല്ലായിടത്തും പറ്റും. അത് റബീഉൽ അവ്വൽ മാസത്തിലും പറ്റും. റബീഉൽ അവ്വൽ മാസത്തിൽ അത് പറ്റുകയില്ല എന്ന് ഒരു ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. എന്നല്ല, മഹാത്മാക്കളായ പണ്ഡിതന്മാർ ഹാഫിദ് ഇബ്നു റജബിൽ ഹംബലി തന്റെ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫതാവയിൽ അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ആ അനുഗ്രഹം നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നാണോ, ആ അനുഗ്രഹത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് അത് ഉണ്ടായ ദിവസം തന്നെ നാം അതിനെ പ്രത്യേകമായി പരിഗണിക്കണമെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ തന്റെ അൽ ഹാബീരിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന ദിവസം, ആ ദിവസത്തിന് സവിശേഷതയുണ്ട് എന്നാണ് മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്.
ഇപ്പൊ മുജാഹിദുകളെ ഒരു സംശയമുണ്ട്. അതെന്താ? അവർ കാര്യമായിട്ട് പറഞ്ഞു, എന്നാ അത് റബീഉൽ അവ്വൽ 12-നാണ് നടത്തിയതാണ്, തീർന്നിരുന്നു. ഇപ്പൊ 12-നും നടത്താൻ തീരുന്നില്ല. റബീഉൽ അവ്വൽ മാസം മുഴുവനും ആഘോഷം തന്നെ. ഇപ്പൊ നാളെ ഒരു മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നുണ്ട്, അയാൾ എടങ്ങേറിൽ 5 അയാൾ പറയാ, എന്നാ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞാൽ അതാ നിൽക്കുന്നു കരുതി, എന്നിട്ടുമില്ല. ഇപ്പൊ റബീഉൽ ആഖിർ നീണ്ടുപോയിട്ടുണ്ട്. റബീഉൽ ആഖിർ മാസത്തിലും ഇവിടെ മീലാദ് പരിപാടിയാണ്. ഇത് കഴിയുന്നില്ലല്ലോ. എന്റെ ഒരു എടങ്ങേറ് നോക്ക് നിങ്ങൾ. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ ആളുകൾ റബീഉൽ അവ്വൽ മാസം മുഴുവനും ഇത് ആഘോഷിക്കുന്നു. എന്താ കാരണം? ഹാഫിള് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് 737 വഫാത്തായ മഹാപണ്ഡിതൻ അവര് പറയുന്നത് കാണാം. ഫതശ്രീഫു ഹാദൽ യൗമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു പിറന്നു വീണു ഉദയം ചെയ്തു എന്ന ഏറ്റവും വലിയ ഈ അനുഗ്രഹം അവിടുന്ന് പറഞ്ഞു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ അനുഗ്രഹ പ്രവാചകൻ ലോകത്ത് ഉദയം ചെയ്തു എന്നതിനേക്കാളും ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് നമുക്കുള്ളത്? ഒരനുഗ്രഹവും ഇല്ല. ലോകത്ത് സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ഈ ഗോളങ്ങൾ, ആകാശഭൂമികൾ, ഇത് ഉണ്ടായതിലേറെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മമാണ്. അതുകൊണ്ട് തന്നെ ആ ജന്മമുണ്ടായ ദിവസത്തിന് വലിയ മഹത്വമുണ്ട്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫതശ്രീഫു ഹാദൽ യൗമി, ഈ ദിവസത്തിന്റെ മഹത്വം, ഈ ദിവസത്തിനുള്ള മഹത്വം അത് മുതളമ്മിനും, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്തിനെ? ലിഹാദ ശഹരി, റബീഉൽ അവ്വൽ മാസത്തെ മുഴുവനും. അപ്പൊ ഒരു ദിവസത്തിന് മാത്രമല്ല, റബീഉൽ അവ്വൽ മാസം മുഴുവനും ഈ മഹത്വം വ്യാപിച്ചു കിടക്കുന്നു. ഇമാമുകൾ, മുഹദ്ദിസുകൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ടാ നമ്മുടെ മൗലിദാഘോഷങ്ങള് റബീഉൽ അവ്വൽ മാസം മുഴുവനും എന്ന് നടത്തിയാലും നബിദിനാഘോഷമാണ്. നബി ദിനം എന്ന് പറഞ്ഞാൽ നബി ജനിച്ച ദിവസാ. പക്ഷെ നമുക്ക് റബീഉൽ അവ്വൽ 30-നാണെങ്കിലും ഇന്നും ഇവിടെ മീലാദ് പരിപാടിയാണ്, ജന്മദിന പരിപാടി, തിരുനബി ജന്മദിനാണ് എന്നും. അതിന്റെ കാരണം എന്താ? ആ മഹത്വം റബീഉൽ അവ്വൽ 12-ന് മാത്രമല്ല, 13-നും 15-നും 20-നും 25-നും 30-നും അത് വ്യാപിച്ചു കിടക്കുന്നു. പണ്ഡിതന്മാരിത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലോകം എല്ലായിടത്തും ഇത് ആഘോഷിക്കുന്നതും ആഹ്ലാദപൂർവ്വം കൊണ്ടാടുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അപ്പോൾ ഈ മാസങ്ങളിലൊക്കെ, ഈ ദിവസങ്ങളിലൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് നമ്മൾ സന്തോഷ പ്രകടനം നടത്തണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആന്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾ നടത്തിക്കോളീ. അപ്പൊ ഇത് നമ്മുടെ മുമ്പിലുള്ളത് എങ്ങനെയാണ്? ഇനി എങ്ങനെയാണ് ആ സന്തോഷ പ്രകടനം നടത്തേണ്ടത്? എങ്ങനെയാണ് ആ സന്തോഷ പ്രകടനം നടത്തേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം. ആ സന്തോഷ പ്രകടനം സാധാരണഗതിയിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മളൊരു സന്തോഷം ഉണ്ടാകുന്ന ദിവസം, ഉദാഹരണം, ഒരാൾ വിവാഹം കഴിക്കുകയാണ്, കല്യാണം കഴിക്കുകയാണ്, അതൊരു സന്തോഷ ദിവസമാണ് അല്ലേ? അല്ലെങ്കിൽ ഒരാൾ അവന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്, മകളെ കെട്ടിക്കുന്ന ദിവസം, അന്ന് നമ്മുടെ ഒരു സന്തോഷ ദിവസമാണ്. നമുക്കൊരു സന്തോഷ ദിവസം ഉണ്ടാകുമ്പോ നമ്മള് ആ സന്തോഷ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അന്ന് ഇസ്ലാം അനുവദിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ആളുകളെ കൂട്ടും, ഭക്ഷണം ഉണ്ടാക്കും, മൗലിദ് എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങൾ ഉരുവിടും, ചില സ്ഥലത്ത് ദഫുമുട്ടും, പല പരിപാടികളും സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് ആ സന്തോഷ പ്രകടനം നമ്മുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മത്തിലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലും അതേ രൂപത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ രണ്ടുപക്ഷവും LDF-ഉം UDF-ഉം, ഇനി അതല്ലാത്ത വേറെ വല്ല എഫ് ഉണ്ടെങ്കിൽ അതും എല്ലാവരും കൂടി മത്സരിച്ച് മത്സരത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച ആളുകൾ ആഘോഷിക്കാറുണ്ട് അല്ലേ? അവർ ആഘോഷിക്കുമ്പോൾ വേണ്ടാത്ത ഹറാമുകൾ പലതും പലരുടെ ആഘോഷത്തിലും കടന്നുകൂടുന്നു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ആ ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സന്തോഷ പ്രകടനം നടത്തുക എന്നുള്ളത്. ഒരു റാലി നടത്തുക, പ്രകടനം നടത്തുക. അതെന്താ? അത് ഈ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് അല്ലേ? പക്ഷെ അവരുടെ റാലിയുടെ സ്വഭാവം എന്ന് വേറെയാണ്, പലപ്പോഴും ഹറാമായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി
പലരും ചെയ്യുന്ന കാര്യമാണതെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷ പ്രകടനത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ റാലി നടത്തുന്നു. അത് സന്തോഷത്തിന്റെ ഭാഗമാണ്. അവരുടെ റാലി എന്ന് പറയുന്നത് തെറി വിളിച്ചുകൊണ്ട്, ചീത്തപളി പറഞ്ഞുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട്, സഭ്യതരമായ ശൈലിയിലായിരിക്കുമെങ്കിൽ നമ്മൾ ഹബീബിന്റെ പേരിലുള്ള കീർത്തനങ്ങൾ, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നമ്മൾ പുതുവസ്ത്രങ്ങൾ അണിയുന്നു, അല്ലേ? അതൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. നമ്മൾ സുഗന്ധം പൂശുന്നു. അങ്ങനെ നമ്മെ കൊണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതിന് ഇസ്ലാം ഒരിക്കലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അത് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനത്തിന്റെ ആ വ്യാപ്തിയിൽപ്പെട്ടതാണ്. നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞ ആ കൽപ്പനയുടെ അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ വ്യാപ്തിയിൽ പെട്ടതാണ് ഇത് എന്ന കാര്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിന്റെ തെളിവുകളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്തോഷ പ്രകടനത്തിന് അല്ലെങ്കിൽ അവിടുത്തെ മീലാദ് ആഘോഷ പരിപാടികൾ നമ്മൾ നടത്താറുള്ളത് എന്തൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളതിൽ മൗലിദോതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങൾ നടത്തും, ഭക്ഷണം ദാനം ചെയ്യും, പുതിയ വസ്ത്രങ്ങൾ ധരിക്കും. ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊന്നും ഇസ്ലാമിൽ വിലക്കുള്ളതല്ല. ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമല്ല. അത് തെറ്റായ കാര്യമാണെന്ന് ഒരിക്കലും പറയാനും പറ്റില്ല. ഞാൻ എന്റെ ആമുഖ പ്രസംഗം നീട്ടുന്നില്ല. ഇവിടെ നേരത്തെ സംഘാടകർ പറഞ്ഞത് സംശയ നിവാരണമായി ഇത് കുറെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യവും കൂടി പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബികളോ താബിഉകളോ അല്ലെങ്കിൽ പൂർവീകരാരും ഇത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സന്തോഷ പ്രകടനം നടത്തിയിട്ടില്ല, ഒരു മൗലിദാഘോഷം നടത്തിയിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. പലരും അങ്ങനെ ഒരു ആരോപണം സുന്നികൾക്ക് നേരെ ഉന്നയിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയാം, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട്, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മീലാദ് പരിപാടി നടത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ സഹോദരന്മാരെ? ആട്ടിനെ അറുത്തുകൊണ്ടാണെന്ന് ഹാഫിദുൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തി വെച്ച ഹദീസിൽ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ തന്റെ അൽ ഹാബീരിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ആട്ടിനെ അറുത്ത് സന്തോഷ പ്രകടനം നടത്തുന്നു, അല്ലെങ്കിൽ മീലാദ് പരിപാടി നടത്തുന്നു. നബിദിന എന്തു പേരിട്ടാലും ശരി ആ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ചില ആളുകൾ ചോദിച്ചു, റബീഉൽ അവ്വൽ മാസമായിട്ട് അല്ലെങ്കിൽ ആരംഭ റസൂലിന്റെ പേരിൽ നമ്മൾ മൗലിദ് നടത്തുന്ന പോലെ ഒരൊറ്റ സഹാബി ഒരു മൗലിദ് നടത്തിയത് കാണിക്കാൻ കഴിയോ എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തുമ്പോ ചോദിക്കുന്ന ആളുടെ വിചാരം, പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കാര്യമാണ്, ഇതൊരു വലിയ ആനച്ചോദ്യമാണ്, അർശുമ മുട്ടുന്ന ചോദ്യം എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ചരിത്രമെടുത്ത് പരതിയാൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികൾ ആരംഭ റസൂലിന്റെ സമ്മതത്തോടെയും സാന്നിധ്യത്തിലും മൗലിദുകൾ നടത്തുന്നു. ഹദീസ് എടുത്ത് പരിശോധിച്ചോളൂ, നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ അതാ ആളുകളെ വിളിച്ചു വരുത്തുകയാണ്. ആരെയാണ് വിളിച്ചു വരുത്തുന്നത്? ലിഖൗമിൻ, ഒരു വലിയ സദസ്സിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് മൗലിദ് ഓതുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുഹദ്ദിസു ذات يوم في بيته وقائع ولادته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതാ നമ്മള് മൗലിദ് എന്ന് പറഞ്ഞത്. നമ്മള് മൗലിദ് എന്ന് പറയാം, മങ്കൂസ് മൗലിദ് സദ്യത്തിൽ വെച്ച് പറയുകയാണ്, അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അപ്പോ റസൂല് ജനിച്ച ദിവസം തന്നെ മൗലിദ് ഓതുന്നു. എവിടെ വെച്ച്? ഹബീബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് റസൂലിന്റെ അറിവോടെ ഓതുന്നു. റസൂൽ അത് കേൾക്കുന്നു. മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സാക്ഷിയാകുന്നു. ഇതങ്ങ് കേട്ടപ്പോ റസൂല് പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അൽമനാറും ശബാബും എഴുതിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ മൗലിദ് ഓതാൻ പാടില്ല എന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓതാൻ പാടില്ല, മിണ്ടിപ്പോകരുത് എന്നല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പറയുകയാണ്,
മൗലിദ് ഓതുന്നവർക്ക് കീർത്തനങ്ങൾ നൽകി പ്രാർത്ഥന നൽകിക്കൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ ഖദ് ഫതഹ ലക അബ്വാബർ റഹ്മാ. ഓ ആമിറേ, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ കവാടങ്ങൾ, കാരുണ്യത്തിന്റെ വാതിലുകൾ മലർക്കേ തുറന്നു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് റഹ്മത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നിരിക്കുന്നു. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതി എന്നതാണ്. കഴിഞ്ഞില്ല, അവിടെന്ന് പറയുന്നു, വൽ മലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക്. എല്ലാ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ, ദോഷങ്ങൾ പൊറുത്തു കിട്ടാൻ വേണ്ടി മൗലിദ് ഷരീഫ് ഓതുന്ന സദസ്സിൽ നിങ്ങൾ ഇരുന്നതുകൊണ്ട്, മൗലിദ് ഓതിയതുകൊണ്ട് എല്ലാ മാലാഖമാരും എല്ലാ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. സഹോദരങ്ങളെ, മൗലിദ് ഓതുക എന്നത് വലിയ കാര്യമാണ്, വലിയ മഹത്വമുള്ള കാര്യമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വസ്തുതയാണ്. അതുകൊണ്ടല്ലേ ആദരണീയരായ ശൈഖുന കുണ്ടൂർ ഉസ്താദ് ആരംഭ റസൂലിന്റെ പേരിൽ മൗലിദ് ഓതുന്ന സദസ്സ് കണ്ടാൽ വല്ലാത്ത ഒരു ഇഷ്കാണ്, അവിടുന്ന് വല്ലാത്ത ഒരു താല്പര്യമാണ്. നമുക്ക് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം അറിയാം. കാരണം എന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്ന് ഓതിയ ആളുകൾക്ക് മാത്രല്ല, ഇനി ഭാവിയിൽ മൗലിദ് ഓതാൻ വേണ്ടി വരുന്ന ഓതുന്ന എല്ലാ ആളുകൾക്കും നമുക്കൊക്കെ പ്രചോദനമായി അവിടുന്ന് പഠിപ്പിക്കുന്നു. ഫമൻ ഫഅല ഫഅലക നജാ നജാതക. ആമിറേ, നിങ്ങൾ ഈ ചെയ്തതുപോലെ ആര് ഇനി ചെയ്യുന്നോ അവർക്കൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള ഈ കാരുണ്യം അവർക്കും ലഭ്യമാകുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നോക്ക് നിങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് അത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഓതുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതൊക്കെ നടക്കുന്നു. ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് മഗ്‌രിബ് വരെയും ഇശാഅ് വരെയും സമയം കിട്ടിയാലൊന്നും പോരാ. ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധമായി പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറയുന്നത്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾ തന്നെ ഇത് ചെയ്യുന്നു. ആ റസൂൽ സഹാബത്ത് തന്നെ ഇത് ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ അതിന് സാക്ഷിയാകുന്നു. റസൂൽ എതിർത്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. ഹാഫിദ് അബുൽ ഖത്താബ് ഇബ്നു ദുഹയ്യ തന്റെ കിതാബു തൻവീർ ഫീ മൗലിദിൽ ബശീരിൻ നദീർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇസ്ലാമിൽ ഏറെ പുണ്യമുള്ള പൂർവീകരൊക്കെ ചെയ്തു കാണിച്ചു തന്നിട്ടുള്ള ഒരു വല്ലാത്ത ആചാരമാണ് മൗലിദാഘോഷം എന്നത്. ഹാഫിദ് ഇമാം ഖസ്തലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്കറിയാം. വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മുസ്ലിമീങ്ങൾ എല്ലാവരുമായിരുന്നു യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്നവരായിരുന്നു മുസ്ലിമീങ്ങൾ എല്ലാവരും. മാത്രമല്ല വയഅമലൂനൽ വലാഇമ, അവർ സദ്യകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, റബീഉൽ അവ്വലിന്റെ രാത്രികളിൽ, അതായത് ദിനരാത്രങ്ങളിൽ അവർ സ്വദഖ ചെയ്യാറുണ്ടായിരുന്നു. വയഅതനൂന ബിഖിറാഅത്തി ഖിസ്സത്തി മൗലിദിഹിൽ കരീം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇമാം ഖസ്തലാനി മുസ്ലിം ലോകത്തിന്റെ നിലപാടായി
നമ്മോട് ഇത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അപ്പോ ലോകത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നു, അവരൊക്കെ ഇത് കാണിച്ചു തരുന്നു, അവരൊക്കെ ഇത് മാതൃകയാക്കുന്നു. അതനുസരിച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും എന്തിനധികം നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദുകൾ, അവരുടെ ആദ്യകാല പ്രാചീന നേതാക്കൾ KM മൗലവിയും EK മൗലവിയും ഒക്കെ നമുക്കറിയില്ലേ? അവരെ എഴുതി വെച്ചത് നമുക്ക് കാണാം. EK മൗലവിയുടെ അൽ മുർഷിദ് നോക്കിയാൽ കാണാം, ഇതാ റബീഉൽ അവ്വൽ മാസം ഇതാ സമാഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസം ആഗതമായിരിക്കുന്നു. മുസ്ലിം ലോകം മുഴുവനും ഈ മാസത്തെ സന്തോഷപൂർവം കൊണ്ടാടുന്നു. മുജാഹിദുകൾ പറയാണ്, മുജാഹിദിന്റെ പഴയകാല നേതാക്കൾ പറയാണ്, മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്നു പറയുവാൻ സാധിക്കുകയില്ല. മുജാഹിദ് നേതാവ് എഴുതുക, മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവിടൊക്കെ ഈ മൗലിദാഘോഷമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും മുജാഹിദ് ഗ്രാമത്തിൽ ഇത് നടക്കുന്നില്ല, മൗലിദാഘോഷം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ മുസ്ലിങ്ങൾ ഇല്ല എന്നാണ്. ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് EK മൗലവി അൽ ഇർഷാദ് മാസികയിൽ എഴുതി വെക്കുകയാണ്. പഴയകാലത്ത് നേതാക്കളൊക്കെ അങ്ങനെയാണ്. അവർക്ക് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുമ്പോ ഇതാ സമാഗതമാകുന്നു, ആനന്ദ തുന്തിലരാകുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞത്. ഇന്ന് മുജാഹിദുകൾക്ക് റബീഉൽ അവ്വൽ മാസം വരികയെന്ന് കേൾക്കുമ്പോഴേക്കന്നെ അട്ടടമൊത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്. വല്ലാത്തൊരു അസ്വസ്ഥത. എന്താ അതിന് അറിയില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ആരെങ്കിലും 2 സ്വലാത്ത് കൂടുതൽ ചൊല്ലുവോ എന്ന പേടി കൊണ്ട്. നോക്ക് നിങ്ങൾ, പഴയകാലത്തെ പ്രാചീന നേതാക്കൾ പറയുന്നത് അങ്ങനെ. KM മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അൽ മുർഷിദ് മാസികയിൽ അവർ എഴുതിയതെന്താ? 1359 ഒരു 2 വാക്ക് പറയാതെ എങ്ങനെ ഞാൻ മാറി അല്ല, 2 വാക്ക് ഞാൻ ചെയ്തോളാം. അത്ര ദീർഘമൊന്നുമില്ല. അൽ മുർഷിദ് മാസികയിൽ പറഞ്ഞതെന്താ? ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. അൽ മുർഷിദ് മാസികയിലെ വരികളാ. ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. എന്നിട്ട് അനുയായികളോട് പറയാ, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. മുജാഹിദുകളോട് പറയാ, ലോകം മുഴുവനും ഇത് കൊണ്ടാടണം. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ? തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നി പിടിപ്പിക്കുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത് എല്ലാവരും ആഘോഷിക്കേണ്ടതാണ്. KM മൗലവിയുടെ ആഹ്വാനാണ്, EK മൗലവിയുടെ ആഹ്വാനമാണ്. അവസാനം അയാൾ പറഞ്ഞു, എങ്ങനെ ഈ മജ്ലിസിന്, ഈ മൗലിദിന്റെ മജ്ലിസ്, ഈ വക കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ് ഒരു പുണ്യ സദസ് തന്നെയാണ്. മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. ആരാത്? താജുൽ ഉലമല്ല എഴുതുന്നത്, ശൈഖുന കാന്തപുരം ഉസ്താദല്ല. ഇത് എഴുതുന്നത് ആരാ? സാക്ഷാൽ KM മൗലവി, EK മൗലവി, മുജാഹിദ് പ്രാചീന നേതാക്കൾ എഴുതി വെക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണെന്നറിയോ? ഈ മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്ത തത്ലൗ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. വൽഹബീബിൽ അറബി എന്ന് ചൊല്ലുന്ന
നമ്മളെ മങ്കൂസ് മൗലിദിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മജ്ലിസാണ്. അതിൽ സംബന്ധിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവർ, തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. ഇതെഴുതി വെക്കുന്നത് മുജാഹിദിന്റെ, കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ നേതാക്കൾ, അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റാണ് ഇത് എഴുതി വെക്കുന്നത്. സഹോദരങ്ങളെ, അന്നൊക്കെ ഇത് പുണ്യകർമ്മവും സുന്നത്തുമാണ്. പിന്നെ എന്നാണ് മുജാഹിദിന്റെ ആഫീസിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നത് എന്ന കാര്യം അവർ വിശദീകരിക്കേണ്ടതല്ലേ? നാം ചിന്തിക്കണം. അന്നൊക്കെ പുണ്യകർമ്മമായ കാര്യം ഒരു സുപ്രഭാതത്തിൽ മൗലവിമാര് യോഗം കൂടി തീരുമാനിക്കുന്നു, ഇനി മുതൽ മൗലിദാഘോഷം വിദ്യാർത്ഥാണ്, ഇനി മുതൽ അത് നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്, ഇനി അത് ചെയ്യാൻ പാടില്ല. ഇത് മൗലവിമാരുടെ ദുർവ്യാഖ്യാനമാണ്, അജ്ഞതയാണ്, പ്രമാണത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം, അതിൽ ഭാഗവാക്കാവാൻ സൗഭാഗ്യം ലഭിക്കുന്നവർ, ആ പുണ്യം വാരിക്കൂട്ടാൻ ഭാഗ്യം ലഭിക്കുന്നവർ, ഹബീബിനോട് മഹബത്ത് വെക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനെ കുറ്റം പറയുന്നവർ റസൂലുള്ളാഹി തങ്ങളോടുള്ള ആ മഹബത്തിനെ, ഈ മഹബത്ത് ഇല്ലാത്ത വിഭാഗം, അതായത് നമ്മുടെ രാജ്യത്തെ ബിദഈകൾ, ആ ബിദഈകളുടെ എല്ലാവിധ കെണിവലകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ആമുഖ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിർത്താറായോ? റസാഖ് സക്കാഫിയാണ് ഇതിന്റെ ഒരു കൺവീനർ, വേറെ ഒരു ചെയർമാൻ ഞാനുമാണ്. അപ്പോ ആ കൺവീനർ പറയുന്നത് തുറന്ന അവസരം കൊടുക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അല്പസമയം ഏതായാലും ഒരു സദസ്സിനൊരു ഉന്മേഷം ഉണ്ടാവാൻ നല്ലതാണ്. ചോദ്യോത്തരങ്ങൾക്കുള്ള അവസരമാണ്. മറുപടി പറയാൻ ഇവിടെ കുറെ ആലിമീങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്മാൻ സഖാഫി തിരുവത്ര നമ്മുടെ SYSന്റെ അല്ല ICFന്റെ അബുദാബിയുടെ ജീവനാഡിയാണ്. ICF നാഷണൽ കമ്മിറ്റിയുടെ വലിയ സാരഥിയാണ്. അങ്ങനെ വലിയ വലിയ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്, ആലിമീങ്ങളും നേതാക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ഇടപെടും ചോദ്യോത്തരങ്ങളിൽ എന്ന് ഓർമ്മപ്പെടുത്തി അതിനുള്ള അവസരം തുറന്ന് തരികയാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, ചോദ്യം ചോദിക്കാനുള്ളവർക്ക് മൈക്കുണ്ട്. അസ്സലാമു അലൈക്കും. കവികളെ കുറിച്ചുള്ള ഇസ്ലാമിക മാനം എന്താണ്? മർഹബ, ഇങ്ങോട്ട് വരി. PKM ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. കവികളെക്കുറിച്ച്, നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് മുൻഗണന എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ചോദിച്ചതുകൊണ്ട് അതിന് മറുപടി പറയാം. മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് ഊന്നൽ. കവികളെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് കവിതയുടെ സ്വഭാവം പോലെ ഇരിക്കും എന്നതാണ് അതിന്റെ മറുപടി. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ, അതുപോലെ സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, അങ്ങനെ നന്മ നിറഞ്ഞിട്ടുള്ള കവിതകളാണെങ്കിൽ അതിന് കുഴപ്പമില്ല, അത് ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അല്ലാത്ത സാധാരണ രൂപത്തിലുള്ള കവിത എന്ന് പറയുന്നത് ഈ ഹറാമായ
സഭ്യതരമായ അശ്ലീലതകൾ നിറഞ്ഞിട്ടുള്ള കവിതകളാണെങ്കിൽ അത് ഉണ്ടാക്കാനും പാടാനും പറയാനും പാടില്ലാത്തതാണ്, ഹറാമാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ അല്ലെങ്കിൽ മഹത്തുക്കളുടെ മദ്ഹുകൾ അത് പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള കവിതകളാണെങ്കിൽ അതിന് കുഴപ്പമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒട്ടേറെ കവിതകൾ, അല്ലേ, പദ്യങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹായി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്, ചരിത്രങ്ങളിലുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് മദ്ഹുകൾ പറയുന്നു. അവിടത്തെ അതൊക്കെ കവിതയായിട്ടാണ്, അതൊക്കെ പദ്യമായിട്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങേയറ്റം ബഹുമാനം പറയുന്നു, അങ്ങേയറ്റം മഹത്വം പറയുന്നു കവിതയായി. ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹാ ലം യുഫദ മഖ്ബൂലു ഹൈഫാഉ മുഖ്ബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുഷ്തകാ ഖിസറുൻ മിൻഹാ വലാ തൂലു. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയോട് ഉപമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുകയാണ്, പദ്യമാലപിക്കുകയാണ്. അങ്ങനെ ആലപിച്ച് അവസാനം ഇന്നർ റസൂല ലസൈഫുൻ യുസ്തഗാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഊട്ടപ്പെട്ട മിന്നിത്തിളങ്ങുന്ന വാള് പോലെയാകുന്നു എന്ന വരികളങ്ങ് പാടിയപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള, തന്റെ ചുമരിലുള്ള ഷാൾ എടുത്ത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ സന്തോഷം കൊണ്ടാണ്. മാത്രമല്ല അശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബികുമ്മിഹി ഇലൽ ഖൽഖി ലിയഗ്തു ഫയസ്മഉ മിൻഹു. റസൂൽ തന്റെ കൈകൊണ്ട് ദൂരെയുള്ള പള്ളിയുടെ ദൂരഭാഗത്ത് നിൽക്കുന്ന ആളുകളെ കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ലിയഗ്തു വരുവീൻ ഫയസ്മഉ മിൻഹു, കഅബ് എന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നു, നിങ്ങളത് കേൾക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള സ്വഹാബികളെ, ശ്രോതാക്കളെ മാടി വിളിച്ചു എന്ന് ഇമാം ബൈഹഖി തന്റെ സുനനുൽ കുബ്രയുടെ 10ാമത്തെ വാള്യം 412ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ കീർത്തനങ്ങളുള്ള മദ്ഹുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതാണ്, ഇസ്ലാം അംഗീകരിച്ചതാണ്. അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയില്ലേ, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. നബിയേ, തങ്ങളെപ്പോലെ സൗകുമാര്യതയുള്ള, തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒരൊറ്റ മനുഷ്യനെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. അത്ര വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് തങ്ങൾ. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ നേർക്ക് സംബോധന ചെയ്തുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടുക, ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും പൂർണ്ണ സുരക്ഷിതനായി സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ തങ്ങൾ ഇച്ഛിച്ചതുപോലെയാണ് നബിയെ തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്യുന്നത്? ഹസ്സാൻ ഈ മദ്ഹ് പറയാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ ഒരു പീഠമുണ്ടാക്കി, ഒരു സ്റ്റേജ് പോലെ അത് പറയാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. സഹാബികൾ അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ നടത്തുകയാണ്, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്
പടച്ചവനെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരം നല്ല കവിതകൾ, കീർത്തനങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ കീർത്തനങ്ങൾ ഉൾപ്പെട്ട കവിതകൾ അത് ഇസ്ലാം വിലക്കുന്നില്ല. അത് പുണ്യകർമ്മമാണ്, അത് നല്ലതാണ്, പ്രതിഫലാർഹമാണ്, സുന്നത്താണ് എന്നാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ നബിദിനാണല്ലോ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോ ഈ നബിദിനത്തിനെ കുറിച്ച് നമ്മുടെ പൂർവികരായ സ്വഹാബത്തൊന്നും റോട്ടുമേൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ റാലി നടത്തുകയോ അല്ല നബിദിനം ജന്മദിനം ആഘോഷിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സംഗതി ഇപ്പോ കുറച്ച് നമ്മളെ സുന്നികളായ ആളുകൾ തെരുവിലിറങ്ങി ഇങ്ങനെ നടത്തുന്നുണ്ട്. അതിന് ഇസ്ലാമിൽ എന്താ തെളിവ്? അപ്പൊ തെരുവിലിറങ്ങണതാണ് പ്രശ്നം, അല്ലാതെ ഇപ്പൊ ഇതല്ല. തെരുവിലിറങ്ങി ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് അതൊരു സാധാരണ വഹാബികൾ നടത്തുന്ന ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാണ്. അവർ സാധാരണ ആളുകൾക്കുണ്ടാക്കുന്ന വസ്വാസാണ്. അതെന്താ? നിങ്ങൾ ഈ മൗലിദാഘോഷം നടത്തുന്നത് പോലെ നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാറ്റിനും അവർ ചോദിക്കും, ഇങ്ങനെ റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ഈ മൗലി പിടിച്ച കൊടി ഉണ്ടല്ലോ, ഇതുപോലത്തെ കൊടി റസൂൽ നടത്തിയിട്ടുണ്ടോ? റസൂൽ പിടിച്ച കൊടിന്റെ കളർ ഏതായിരുന്നു? നിങ്ങൾ മാല ഒട്ടിക്കുന്നുണ്ടല്ലോ, റസൂൽ ഒട്ടിച്ച അവിടെ ഒട്ടിച്ചിരുന്ന മാല, ആ മാലയുടെ കളർ എന്താ? റസൂൽ എങ്ങനെ നടത്തിയിരുന്നു? റസൂലിന്റെ റാലി എത്ര സമയമായിരുന്നു? എത്ര മണിക്കൂറായിരുന്നു? മുന്നിൽ എന്ത് ബാനറെ പിടിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിനിപ്പോ മലയാളത്തിൽ പറയേണ്ട വാക്ക് വേറൊന്നാണ്, ഇവിടെ ഞാനത് പറയുന്നില്ല. അത്ര വലിയ ബാലിശമായ ഒരു ചോദ്യമാണത്. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെങ്കിൽ സ്വഹാബികൾ അവരങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന ഒരു തീരുമാനം ഇസ്ലാമിൽ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാമിലെ കാര്യങ്ങൾ, ഇസ്ലാമിൽ നിയമങ്ങളും അല്ലെങ്കിൽ വിധികളും കർമ്മങ്ങളും ഒക്കെ ആചാരങ്ങളും രണ്ട് ഇനമാണ്. ഒന്ന് അള്ളാഹുവും റസൂലും കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മാറ്റാൻ പറ്റൂല, അങ്ങനത്തെ കാര്യം. ഒരു ഉദാഹരണം പറയാം. നിസ്കാരം 5 വക്താണ്. അത് നമുക്ക് ഏതായാലും നിസ്കാരമല്ലേ, പുണ്യകർമ്മല്ലേ, ഒരു വക്ത് കൂടി കൂട്ടി 6 വക്താക്ക എന്ന് പറയാൻ പറ്റൂല. ളുഹർ 4 റക്കായത്താണുള്ളത്, നമുക്ക് ഏതായാലും നല്ല കാര്യമല്ലേ, നല്ലൊരു പുണ്യകർമ്മല്ലേ, നമുക്ക് ഒരു റക്കായത്തിനും കൂട്ടിയിട്ട് 5 റക്കായത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അള്ളാഹുവും റസൂലും വ്യക്തമാക്കി പഠിപ്പിച്ച് നിജപ്പെടുത്തി തന്നിട്ടുള്ള കാര്യം, അത് അപ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാവൂ, ഒരു മാറ്റവും പറ്റൂല. അങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് കാര്യമുണ്ട്. അത് ഒരു ഇനം. രണ്ടാമത്തെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവും റസൂലും നടത്താനാണ് പറഞ്ഞു, എങ്ങനെ ഏത് രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നമുക്ക് രൂപവും ശൈലിയും നമുക്ക് ഇസ്ലാം വിലക്കാത്ത രൂപത്തിലുള്ള ഏത് ശൈലിയും സ്വീകരിക്കാം. ഒരു ഉദാഹരണം പറയാ, എല്ലാവർക്കും പറ്റുന്ന ഉദാഹരണം, സുന്നിക്കും മുജാഹിദിനൊക്കെ പറ്റുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വഅലിനു ഹാദൻ നിക്കാഹ്, നിക്കാഹ് നടത്തൽ സുന്നത്താണ്. ആ നിക്കാഹ് പരസ്യപ്പെടുത്തണം. അതിന് വലീമത്തുൽ ഉർസ് അല്ലെങ്കിൽ വലീമത്തുൽ നിക്കാഹ്, നിക്കാഹിന്റെ സദ്യ ഉണ്ടാക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അത് സുന്നത്താണ്. എന്നാൽ ഈ സദ്യ ഉണ്ടാക്കുമ്പോ ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ ചില ആളുകൾ അപ്പൊ ഇവൻ ഈ ചോദിക്കുന്നതനുസരിച്ച് പറയാം, നമ്മൾ സാധാരണ നിക്കാഹിന്റെ സദസ്സിൽ ഏതാ ഭക്ഷണം ഉണ്ടാക്കല്? ചോറ്, പിന്നെ ബിരിയാണി ഉണ്ടാക്കും, അല്ലെങ്കിൽ നെയ്ച്ചോറുണ്ടാക്കും, കുണ്ടൂരൊക്കെ ആണെങ്കിൽ മന്തി ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായ ഇനങ്ങൾ നമ്മൾ നടത്തും. ശരി. അപ്പൊ ഒരാൾ ചോദ്യം, അല്ല നിക്കാഹിന്റെ സദസ്സിന്റെ നിക്കാഹിന്റെ ഭക്ഷണ പാർട്ടിയിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് മന്തി ഉണ്ടാക്കിക്കണോ? റസൂലിന്റെ കാലത്ത് ബിരിയാണി ഉണ്ടായിക്കണോ? റസൂൽ നെയ്ച്ചോറ് ഉണ്ടായിക്കണോ? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചെയ്യുന്നത് ശരിയല്ല. റസൂലിന്റെ കാലത്ത് നിങ്ങളായാലും നിക്കാഹിന് വേണ്ടി സ്റ്റേജ് കെട്ടുന്നു. സുന്നി മുജാഹിദ് ഒക്കെ ഒരു സ്റ്റേജിൽ ഇരുന്ന് അല്ലേ, അത് ഉയരത്തിൽ അങ്ങനെ ഒരു മേലാപ്പി വിരിച്ചു. റസൂലിന്റെ കാലത്ത് മേലാപ്പി വിരിച്ചിട്ടുണ്ട്, റസൂലിന്റെ കാലത്ത് സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ചോദ്യം തുടങ്ങിയാൽ സഹോദരന്മാർ ഇതിന് വല്ല പിടുത്തം കിട്ടുമോ? അപ്പൊ എന്താണ് കാരണം? അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളോട് പറയുന്നത് എന്താ? വഅലിനുഹാദൻ നിക്കാഹ്, അല്ലെങ്കിൽ നിങ്ങൾ വലീമത്തുൽ നിക്കാഹ് ഉണ്ടാക്കണം. അത് എങ്ങനെ? അത് നിങ്ങൾക്ക് പറ്റിയ ചോറുണ്ടായിക്കോളൂ, ഏത് ഭക്ഷണം. ഒരാൾ ബിരിയാണി വെച്ചു കൊടുത്തു, ആയിക്കോട്ടെ. വേറൊരാൾ ഇനി അതല്ല ഇറച്ചിയും പൊറാട്ടി ഉണ്ടാക്കും, ആയിക്കോട്ടെ. ഇനി വേറൊരു ഭക്ഷണം നാടൻ ചോറ് ആയിക്കോട്ടെ. ഇസ്ലാം അതിനൊന്നും വിലക്കുന്നില്ല. അത് ഇന്ന രൂപത്തിലേ നടത്താവൂ എന്ന ഒരു ശൈലി ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു തീരുമാനം ഇസ്ലാമിൽ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഖുർആൻ പറഞ്ഞു നമ്മളോട്, വദ്കുറുല്ലാഹ കസീറ, അള്ളാഹ്ക്ക് നിങ്ങൾ നല്ലോണം ദിക്റ് ചൊല്ലണം.
ഈ ദിക്റ് ചൊല്ലണം എന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞോ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞോ ഇന്ന ദിക്റ് നിങ്ങൾ ചൊല്ലാവൂ, ആ ദിക്റ് ആകെ 101 ദിക്റെ ചൊല്ലാവൂ എന്നൊരു ഹദീസിലും പറഞ്ഞിട്ടില്ല. അത് ഇന്ന സമയത്താണ് ആ ദിക്റ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞോ, അതും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദിക്റ് ചൊല്ലാം. എപ്പോ ചൊല്ലാം? എപ്പോഴും ചെയ്യാം. അപ്പൊ നമ്മളെ ഈ നാട്ടിലൊരു ദിക്റ് ഹൽക്ക നമ്മൾ സ്ഥാപിക്കുക. അതെങ്ങനെ? അതെല്ലാവർക്കും ഈ നാട്ടിൽ ഒഴിവുള്ളതൊക്കെ വ്യാഴാഴ്ച മഗ്‌രിബിന്റെ ശേഷം. അപ്പൊ നമ്മളൊരു പള്ളി ഉണ്ടാക്കി, അവിടെ ഒരു ദിക്റ് മജ്‌ലിസ് ഉണ്ടാക്കി. അതെപ്പോഴാ? അത് വ്യാഴാഴ്ച മഗ്‌രിബിന്റെ ശേഷം, ഇശാ വരെ. അവിടെ കുറച്ച് ആളുകൾക്ക് പിന്നെ രാത്രിയായ വീട്ടിൽ ആളുണ്ടാവില്ല, കള്ളന്മാരെ ശല്യമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വേഗം പോകും വേണം. അപ്പൊ ഇശന്റെ മുമ്പിൽ തീരണം. അപ്പൊ നമ്മൾ എന്താ ഒരു കാര്യം ചെയ്യും, 313 സ്വലാത്ത് ദിക്റില്ല, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ദിക്റ് മജ്‌ലിസ് ഉണ്ടാക്കാൻ കുഴപ്പമില്ല. എന്നാ അടുത്ത മഹല്ലുകാരുണ്ട്, ആ മഹല്ലിലെ ആ പള്ളിയിലെ നാട്ടുകാർക്ക് ഓലക്ക് ഇപ്പൊ മഗ്‌രിബിന്റെ ശേഷം വരാൻ കഴിയില്ല. അവരൊക്കെ ഓല ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഇശയാകുമ്പോഴേ ഓലൊക്കെ പള്ളി കാണുകയുള്ളൂ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ഇശാക്ക് ഒരു മജ്‌ലിസ് ദിക്റിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചു. അപ്പൊ ഇശാക്ക് മജ്‌ലിസ് ആവുന്നത് അവിടെ എത്ര ഇശാന്റെ ശേഷം അവർക്ക് എത്രയും സമയം കൂടാ. അപ്പൊ നമുക്ക് എന്താ 1001 ദിക്റാക്കുക, 1001 ദിക്റല്ല. കണ്ടോ, ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു വിലക്കൂല്ല. അവിടെ ഇസ്ലാം പറഞ്ഞത് എന്താ? നിങ്ങൾ ദിക്റ് ചൊല്ലിക്കൂളീന്ന എന്ന് എപ്പോൾ എങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്ലാം വിലക്കാത്ത രൂപത്തിൽ നമുക്ക് അത് ചെയ്യാം. ആ കർമ്മങ്ങൾ നടത്തുന്നതിന് യാതൊരു വിരോധമില്ല. അതേ രൂപത്തിൽ നമ്മൾ ഇതിനെയും കാണണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ എന്ന് ഖുർആൻ പറയുന്നു, അല്ലേ? സന്തോഷം പ്രകടിപ്പിക്കണം. റസൂലും സഹാബത്തും ഒക്കെ സന്തോഷം അപ്പൊ ഇനി എങ്ങനെയൊക്കെയാ സന്തോഷ പ്രകടനം? അതോ നമ്മുടെ നാട്ടിലെ ഇസ്ലാം വിലക്കാത്ത രൂപത്തിൽ, നമ്മുടെ നാട്ടിൽ അനുയോജ്യമായ രൂപത്തിലൊക്കെ നമുക്ക് നടത്താം. അപ്പോ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് നമ്മൾ റാലി നടത്തുക എന്നുള്ളത്. എന്റെ വിഷയാവതരണത്തിന്റെ ആമുഖത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സന്തോഷ നേരത്ത് നടത്താറുണ്ട്. അപ്പൊ നമ്മളും നടത്തും. ഇസ്ലാം അതിൽ വിലക്കില്ല. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ പരിപാടി ആരംഭിക്കുന്നു എന്നതിന്റെ അടയാളമായി നമ്മൾ പതാക ഉയർത്തും. അപ്പൊ അതിന് കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കൊള്ളണം എന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്താ കാരണം? അത് ഇസ്ലാം നേരത്തെ അങ്ങനെ സംവിധാനിച്ചതാണ്. അപ്പൊ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കും. അത് ഏത് ഭക്ഷണം? ഏത് ഭക്ഷണം ഉണ്ടാക്കാം. ഇന്ന ഭക്ഷണം ഉണ്ടാക്കാവൂ എന്ന് പറയാൻ പറ്റൂല. ഇന്ന സാധനങ്ങളെ അവിടെ എന്നൊരു നിർദ്ദേശം ഇല്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അതാ ഓരോ ഭാഗത്തും ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ആ നാട്ടിലേക്ക് യോജിക്കുന്ന രൂപത്തിൽ, ഇസ്ലാം വിലക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ആ മുജാഹിദുകളെ ചോദ്യം എന്ത്? അല്ല, നിങ്ങൾ ചെയ്ത മാതിരി തന്നെ റസൂലുകൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മൈക്ക വെച്ച് ആള് കൂടി മൗലൂദോതി ചന്ദനത്തിരി കത്തിച്ച് ഷബീനെ കൊണ്ടുവന്ന് വന്ന് ചില ആൾക്കാർ ചോദിക്കും, അല്ല റസൂലുള്ളാഹി തങ്ങൾ ഓതിയ മൗലിദ് ഏതാ? മങ്കൂസ് മൗലിദ, ശറഫുൽ മൗലിദ? എന്താ പോലെ ചോദ്യം. അങ്ങനെ ചോദിച്ചാൻ പുറപ്പെട്ടാണ്ടല്ലോ മുജാഹിദ് അടപ്പൂരണ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചൂടെ? ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുകൾ ഇവിടെ മദ്രസയും കോളേജും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ മൗലിദ് ഓതുന്നത് എന്തിനാ? പുണ്യത്തിന് വേണ്ടിയാ, കൂലി കിട്ടാനാ. മുജാഹിദ് മദ്രസ ഉണ്ടാക്കുന്നത് എന്തിനാ? കൂലി കിട്ടാനാ. എന്നാ ഈ മുജാഹിദുകൾ ചെയ്യുന്ന ഈ മദ്രസ, ഇതുപോലെ ഒരു മദ്രസ റസൂൽ നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് നടത്തിയിട്ടുണ്ടോ? നമ്മളൊന്ന് പറയാം. 7 മണിക്ക് ആരംഭിച്ച് ബെല്ലടിച്ച് 9 മണിക്ക് പിരിയുന്ന രൂപത്തിലുള്ള മദ്രസ റസൂൽ നടത്തിയിട്ടുണ്ടോ? പോകട്ടെ, അവർ ഈ മദ്രസയിൽ പാഠപുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ പാഠപുസ്തകം റസൂല് എന്റെ കാലത്ത് പഠിപ്പിച്ച പുസ്തകം, സഹാബത്ത് പഠിപ്പിച്ച പുസ്തകം. അത് ഞങ്ങൾക്കൊന്ന് കാണണല്ലോ. ഇങ്ങനെ ഒരു പാഠപുസ്തകം റസൂൽ, ഏത് റസൂലാ പഠിപ്പിച്ചത്? ഏത് സഹാബിയാ പഠിപ്പിച്ചത്? ഞങ്ങളുടെ ചോദിക്കാൻ പുറപ്പെട്ട പുടുത്തം കിട്ടും. മുജാഹിദ് അൽമനാർ പ്രസിദ്ധീകരിക്കുന്നു, ഷബാബ് പ്രസിദ്ധീകരിക്കുന്നു, ഇസ്ലാഹി മാസിക പ്രസിദ്ധീകരിക്കുന്നു. ഇത് 3 ഗ്രൂപ്പിന്റെ, അതുകൊണ്ടാണ് ഞാൻ 3 പറഞ്ഞത്. ഇങ്ങനെ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു ഷബാബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മാസിക പ്രസിദ്ധീകരിച്ചോ? വാരിക പ്രസിദ്ധീകരിച്ചോ? ദ്വൈവാരിക പ്രസിദ്ധീകരിച്ചോ? ദ്വൈമാസികയും ത്രൈമാസികയും പ്രസിദ്ധീകരിച്ചോ? ഇല്ലല്ലോ. ഇതൊക്കെ ഇവർ പ്രസിദ്ധീകരിക്കുന്നത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാത്ത കൊണ്ട് അത് ബിദ്അത്താണ്, അനാചാരാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവരെ ഈ മദ്രസയും ബിദ്അത്താ, ഇവരെ മാസികയും ബിദ്അത്താ, ഇവരെ എല്ലാം ബിദ്അത്താ. ഇപ്പൊ മുജാഹിദ് പലരും 7ാം സമ്മേളനം, 8ാം സമ്മേളനം, 5ാം സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് സമ്മേളനം നടത്തുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ വാർഷിക സമ്മേളനം നടത്തിയിട്ടുണ്ടോ? 8ാം സമ്മേളനം നടത്തിയിട്ടുണ്ടോ? 7ാം സമ്മേളനം നടത്തിയിട്ടുണ്ടോ? അതൊക്കെ പുണ്യം പ്രതീക്ഷിച്ചിട്ട് ചെയ്യല്ലേ മുജാഹിദുകൾ. അതിലൊന്നും അങ്ങനെ റസൂല് ചെയ്തിട്ടില്ല. എന്നാല് റസൂല് ചെയ്യാത്തൊക്കെ ബിദ്അത്താണ്, അനാചാരാണ് എന്ന് വെക്കുകയാണെങ്കിൽ അപ്പൊ ഇതും അനാചാരമാണ്. അവരുടെ സമ്മേളനം ബിദ്അത്താണ്, അതും നരകത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ മദ്രസ ബിദ്അത്താണ്, അനാചാരമാണ്. അവരുടെ കോളേജ് അനാചാരമാണ്. അവരുടെ സിലബസ് അനാചാരമാണ്. അവരുടെ പാഠപുസ്തകം അനാചാരമാണ് എന്ന് പറയേണ്ടി വരൂലേ? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, സുന്നികൾക്കും മുജാഹിദുകൾക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്, നമുക്കറിയാം. ഇപ്പൊ നമ്മളെ പള്ളി, ഈ പള്ളിക്ക് 2 തട്ടാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം.
ഈ തട്ട് പള്ളിക്ക് തട്ടുണ്ടാക്കുക എന്നുള്ളത് റസൂലിന്റെ കാലത്തുണ്ടോ? നാന്ന് ചോദിക്കട്ടെ, ഏത് മുജാഹിദിനും കാണിച്ചു തരാൻ പറ്റും? റസൂലിന്റെ കാലത്ത് ഏത് പള്ളിക്കാർ 2 തട്ടുണ്ടായിരുന്നത്? സ്വഹാബികളായാലും പള്ളിക്ക് തട്ടുണ്ടായിരിക്കണം. അപ്പൊ റസൂലിന്റെ കാലത്ത് പള്ളിക്ക് തട്ടില്ല. മുജാഹിദുകളെ പള്ളികളിലൊക്കെ 2-3 തട്ടുകളുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്താകുന്നു, അനാചാരമാകുന്നു. അത് കൂലി പ്രതീക്ഷിച്ച് ചെയ്യല്ലേ, പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യല്ലേ. പുണ്യം പ്രതീക്ഷിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ റസൂൽ ചെയ്യാത്തത് ചെയ്യുകയാണെങ്കിൽ അനാചാരമാണ്, ബിദ്അത്താണ്, നരകത്തിലേക്ക് പോകുന്നല്ലേ മുജാഹിദ് പറയുന്നത്. അപ്പൊ 2 തട്ടുള്ള പള്ളി ഉണ്ടാക്കിയ മുജാഹിദൊക്കെ നരകത്തേക്ക് പോകേണ്ടി വരൂലേ? തലന്റെ ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ്, കുപ്പിച്ചില്ലുമില്ല, ഏതാനും മനുഷ്യന്മാർ ആൾപ്പാർപ്പ് അവിടെ ഇല്ല, അതും ഇല്ലാത്തത് കൊണ്ടാണ് മുജാഹിദ് ഈ ജാതി അസംബന്ധം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് പോലെ റസൂല് ചെയ്യുക, എന്നാലേ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റൂ എന്നില്ല. ഇസ്ലാമിലെ തീരുമാനങ്ങളും വിധികളും കർമ്മങ്ങളും ആചാരങ്ങളും ഈ വിശാലാർത്ഥത്തിലുള്ള ഈ രണ്ടാമത് പറഞ്ഞ രൂപത്തിലുണ്ട്. ഒന്നാമത് പറഞ്ഞ് ഭേദഗതികളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ ഇല്ലാത്ത വളരെ കൃത്യമായ രൂപത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം ചെയ്യേണ്ടതും ഉണ്ട്. ഇത് രണ്ടും ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ മുജാഹിദുകൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങളെ പട്ടികയാണ് വിട്ടാൽ നമുക്കറിയാലോ, ഇന്ന് നെറ്റിലൂടെ ദഅവ പ്രവർത്തനം, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം സുന്നികൾ ചെയ്യുന്നുണ്ട്, മുജാഹിദുകൾ ചെയ്യുന്നുണ്ട്, മുജാഹിദിന്റെ 8 ഗ്രൂപ്പും ചെയ്യുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇത് റസൂൽ ചെയ്തിട്ടുണ്ടോ? റസൂലിന്റെ അകത്ത് ഇന്റർനെറ്റ് ഉണ്ടോ? റസൂലിന്റെ അകത്ത് കമ്പ്യൂട്ടർ ഉണ്ടോ? എന്താ ഈ കേൾക്കുന്നത്? അപ്പൊ അത് ബിദ്അത്താണോ? നരകത്തിലേക്ക് പോകുമോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. റസൂലുള്ളാഹി തങ്ങൾ എവിടെയെങ്കിലും സാൽവേഷൻ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളതൊന്ന് പറയും, മുജാഹിദ് നടത്തുന്ന കാര്യമാണോ സാൽവേഷൻ? റസൂൽ നടത്തിയിട്ടുണ്ടോ? ടിക്കറ്റ് വാങ്ങിയിട്ട് ഇസ്ലാമിക പ്രബോധനം, അതാ മുജാഹിദ് നടത്തിയ സാൽവേഷൻ. ടിക്കറ്റ് വാങ്ങിയിട്ട് ആ സാൽവേഷൻ നടത്തിയത്. പടച്ചോനെ, ഇസ്ലാമിക പ്രബോധനത്തിന് എവിടെയെങ്കിലും ടിക്കറ്റ് വാങ്ങിയ ചരിത്രം റസൂലിന്റെ കാലത്തുണ്ടോ? സഹാബത്തിന്റെ കാലത്തുണ്ടോ? ഇത് ഈ പട്ടിക ഞാനാണ് പറയാൻ തുടങ്ങിയാൽ നേരം വെളുക്കോളം പറയാൻ കഴിയും. അപ്പം നമ്മളെ മൗലിദാഘോഷമല്ല ബിദ്അത്താകുക, മുജാഹിദുകൾ ചെയ്യുന്ന ഈ നെറുകേടാണ്. അതാണ് നരകത്തിലേക്ക് പോകേണ്ടി വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ റസൂല് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നരകത്തിലേക്ക്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വിദണ്ഡവാദമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹു വഅജ്റു മൻ അമില ബിഹാ വമൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ ഫലഹു വിസ്റുഹു വിസ്റു മൻ അമില ബിഹാ. സഹീഹ് ഹദീസ് അല്ലേ? തീർച്ചയായിട്ടും. ഈ ഹദീസിൽ പറഞ്ഞ മൻ സന്ന സുന്നത്തിനോട് ഉദ്ദേശിക്കുന്നത് ഇഹ്യാഉ സുന്നയാണോ അല്ല ഇബ്ദാ ആണോ? രണ്ടുമാണ്. ശേഷം പറയുമ്പോൾ മൻ സന്ന സുന്നത്തൻ സയ്യിഅത്തനോട് ഉദ്ദേശിക്കുന്നത് സയ്യത്തായ ഇസ്ലാമിൽ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ലാതെ ഉണ്ടാക്കുന്ന ദുരാചാരങ്ങൾ. ഉദാഹരണം, ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുക എന്നുള്ളത്, വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക എന്നത്, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക, മുശ്രിക്കാക്കുക എന്നത്, ഇതൊക്കെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ഇസ്ലാമിൽ ചീത്ത ദുരാചാരങ്ങൾ ഉണ്ടാക്കല. ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കിയാൽ ഫലഹു വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ, അതിന്റെ കുറ്റം അവനിക്കുണ്ട്. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആ തെറ്റ് ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ കുറ്റം ഈ വഹാബി മൗലവിമാർക്ക് മുളാഫത്തായിട്ട് ഇരട്ടിയായിട്ട് അവർക്ക് ലഭിക്കും എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ട് ആകത്തുക. ഈ ഹദീസ് നമ്മുടെ ഖണ്ഡന മണ്ഡല മേഖലകളിലൊന്നും കേൾക്കുന്നില്ല, ആരും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും പറയുന്നുണ്ട്, പണ്ഡിതന്മാർ പറയുന്ന സാഹചര്യങ്ങൾ പോകാത്തതുകൊണ്ടാണ്. അതാണ് അതിന്റെ കുഴപ്പം. ഇപ്പൊ ഈ പറഞ്ഞ ആദ്യം ചോദിച്ച ചോദ്യത്തിന് കർത്താവിന്റെ മറുപടിക്ക് അതൊരു മറുപടിയല്ലേ? ഞാൻ കേട്ടില്ല, അവസാനം പറഞ്ഞു ഞാൻ കേട്ടില്ല. ഇപ്പോ ചോദിച്ച ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി അല്ല, അത് അവിടെ ഹദീസല്ല. ഇത് സാധാരണ മുജാഹിദുകൾ ഉന്നയിക്കുന്ന ഒരു വളിപ്പൻ ചോദ്യമാണ്. അപ്പൊ അതാണ് ഞാൻ അതിന്റെ കെട്ടഴിച്ചത്. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ഹദീസും തെളിവൊക്കെ പിന്നെ നിർത്താം. അതൊന്നും ഇപ്പൊ എല്ലാവർക്കും പറയാൻ കിട്ടൂല. സാധാരണ ശരാശരി നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ അതിനെ ഗണ്ണിക്കാനും അതിനെ കുടിച്ചുകൂടാനും കഴിയണം. അതിനാ ഞാൻ ഈ നാടൻ സാധാരണ മറുപടിയും സാധാരണ സംശയ നിവാരണവും എന്ന രൂപത്തിൽ ഇത് പറയാനുള്ള കാരണം. ഹദീസും തെളിവും പിൻബലം ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ യഥേഷ്ടം നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതുമാണ്. നമുക്ക് ഒരു തട്ട്, ഒരു തടവ്, ഒരു വെട്ട്, ഈ കോലത്തിൽ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ചോദ്യത്തിൽ റാലികൾ കൊണ്ട് ഗതാഗത തടസ്സം മാർഗതടസ്സം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ചോദിച്ച്, അതൊരു ചോദ്യമാണ്. അതിന് മറുപടി അത് ഞാൻ പറയാം. ഒന്നുകൂടി ചോദിച്ചതുകൊണ്ട് മറുപടി പറയാം. റാലി നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. ഗതാഗത തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി റാലി നടത്താൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. ഗതാഗത തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി റാലി നടത്താൻ പാടില്ല. റാലി നടത്തുമ്പോ
പിന്നെ സ്വാഭാവികമായി വണ്ടി ഒരു മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരും. ഇതിന് കുഴപ്പമില്ല. അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിർത്തലില്ലേ? അപ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിർത്തണം വീട്ടിൽ കുഴിച്ചണം എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഗതാഗതം കുറച്ച് 2 മിനിറ്റൊക്കെ 1 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരും കൂടി ഇതെന്താ സംഗതി എന്ന് അറിയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് അവരും മനസ്സിലാക്കണം. എന്നതുകൊണ്ട് അവർക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ റാലിയിലൊന്നും ഒരു ഗതാഗത തടസ്സം ഉണ്ടാവാറില്ല. നമ്മുടെ വളണ്ടിയേഴ്സ് അവരെങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ അവരെ ഒഴിവാക്കലാണ്. അതിന് ചിലപ്പോൾ എന്തുണ്ട്, പെട്ടെന്ന് പോകാൻ പറ്റില്ല, 1 മിനിറ്റൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രത്യേക കുഴപ്പമൊട്ടും ഇല്ലതാനും അതുണ്ട് എന്ന് ധരിക്കുന്നത് ബൗദ്ധ്യമാണ്. അടുത്തത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ മൗലൂദ് ഉണ്ടല്ലോ, അത് കിതാബു തൻവീർ ഹാഫിള് അബുൽ ഖത്താബ് ഇബ്നു ദുഹയ്യത്ത് എന്ന് പറയുന്നവർ കിതാബു തൻവീർ ഫി മൗലിദിൽ ബഷീറിൻ നദീർ എന്ന ഗ്രന്ഥം. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അബൂ ദർദാ ആമിറുൽ അൻസാരി, അതും ആ കിതാബിൽ തന്നെ. ഓക്കെ, അടുത്തത്. വലൈക്കും അസ്സലാം. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യാം. ഇവിടെ മൗലിദിനെ പറ്റിയ ചർച്ച അത് പറയും. അത് നമുക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും. പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ശബ്ദമുയർത്തൽ ഹറാമാണ്. തീർച്ചയായിട്ടും. എന്നാൽ ഇന്ന് പള്ളികളിൽ മൗലൂദ് നല്ല ശബ്ദത്തിൽ ഓതാറുണ്ടല്ലോ, ഇതിന്റെ വിധി എന്താണ്? അത് പള്ളിയിൽ നിസ്കരിക്കുന്നവരെ ശല്യമുണ്ടാക്കാൻ വേണ്ടി മൗലിദ് ഉറക്കെ ഓതാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേ അവസരത്തിൽ മൗലിദ് ഓതുമ്പോൾ ആരെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് കുഴപ്പവുമില്ല. ഇത് രണ്ടും ഇനം തിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പള്ളി നിസ്കരിക്കാനുള്ളതല്ലേ? അല്ല, പലതിനുള്ളതാണ്. നിസ്കാരത്തിന് മാത്രമല്ല ദിക്റിനുള്ളതാണ്. ഖാല റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ വെച്ച് ഒരു അയറാബി മൂത്രിച്ചപ്പോ ഉമറുൽ ഫാറൂഖിനെ പോലുള്ളവർ വടിക്കുവാളെടുത്ത് ഇപ്പൊ ഞാൻ ഓനെ തെരിയാക്കുന്നു. റസൂൽ ദഅഹു, വിട്, ഓൻ മൂത്രിക്കട്ടെ പറഞ്ഞു. അതെന്താ, ഓനെ അപ്പത്തടഞ്ഞ ഓൻ നടന്നു പോത്തും. അങ്ങനെയാണല്ലോ സാധാരണ, അത്രേ അന്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ മൂത്രിക്കട്ടെ പറഞ്ഞു. മൂത്രിച്ച് കഴിഞ്ഞപ്പോ റസൂൽ വിളിച്ചു, ഇവിടെ വാ. പിന്നെ അമ്മ ഹാദൽ മസ്ജിദി, പള്ളി ഉണ്ടല്ലോ, അത് കരുതിയമാതിരി പാത്താനുള്ളതല്ല, അത് മൂത്രിക്കാനുള്ളതല്ല. അതെന്തിനാ? അതിന് സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടിയുള്ളതാ. പിന്നെന്തിനാ? അതിനു വേണ്ടി മാത്രമല്ല, ദിക്റ് ചെല്ലാൻ വേണ്ടിയുള്ളതാ. അള്ളാഹുവിന്റെ ദിക്റിന്, അതുപോലെ തന്നെ ഈ ഇൽമ് പഠിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയുള്ളതാണ് മോനെ. അതുകൊണ്ട് ഇതിന് മൂത്രിക്കാൻ പറ്റൂലട്ടോ. എന്ത് നല്ലൊരു പഠനം, ഒരു അധ്യാപനം. അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ഹദീസിൽ പറഞ്ഞത് വെറും നിസ്കാരം മാത്രമല്ല. അങ്ങനെ ചിലർക്കൊരു ധാരണ ഉണ്ട്, അത് തിരുത്തിയേ മതിയാകൂ. ഖുർആൻ പറഞ്ഞത് തന്നെ എന്താ? വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു. അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലലാണ് പള്ളികളുടെ ലക്ഷ്യം. അതിന് നിസ്കാരം പെടും, അല്ലാത്ത ദിക്റുകളും പെടും. അപ്പൊ അതിന് തടസ്സം പാടില്ല. ബാങ്കിന് സമയമായി. എന്നാൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഓരോ മാസവും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ നബാത്തിയ ഖുതുബയില് മൗലിദിനെ കുറിച്ച് ഒരു ചർച്ചയില്ലല്ലോ. അപ്പൊ ആ കാലത്ത് അതൊന്നും ഇല്ല എന്നുള്ളതല്ലേ അതിൽ നിന്ന് വ്യക്തം? നിങ്ങൾ ആദ്യം പറഞ്ഞതിന് ശരിയല്ല. ഓരോ കാലത്തും ഉണ്ടാവുന്ന ഓരോ കാര്യവും നബാത്തി ഖുതുബയിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അത് പക്ഷ നോണയാണ്. അത് മുജാഹിദിന്റെ ദുരാരോപണമാണ്. നബാത്തി ഖുതുബ എന്ന് പറയുന്ന ഖുതുബയിൽ എന്താണ്? ഖുതുബയിൽ വസിയത്തും ബി തഖ്വയാണ്. ജനങ്ങളെ നിസ്കരിക്കണേ, നോമ്പ് നല്ല മട്ടത്തിൽ ജീവിക്കണേ എന്നുള്ള ഉത്ബോധനാണ് എല്ലാ ഖുതുബയിലും നടത്തുന്നത്. അങ്ങനെയാണ്. അല്ലാതെ അവിടെയുള്ള ഓരോ സുന്നത്തായ നിസ്കാരത്തിന്റെ സുന്നത്ത്, നോമ്പിന്റെ സുന്നത്തുകൾ, സുന്നത്തായ നോമ്പുകൾ, എന്തൊക്കെ പാടെ വിശദീകരിക്കൽ ഖുതുബയുടെ ശൈലിയേ അല്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞ പച്ചക്കള്ളമാണ് എന്നതാണ് ഒന്നാമത്തെ മറുപടി. അതുകൊണ്ട് തന്നെ ഖുതുബയിൽ ഈ ഓരോ സുന്നത്തും എടുത്ത് പറയേണ്ട കാര്യവും ഇല്ല. അതാണ് രണ്ടാമത്തെ മറുപടി. മൂന്നാമത്തെ മറുപടി, ഇബ്നു ബാത്തൽ മിസ്രിയുടെ ചെറിയ മുഖ്തസറായ ഖുതുബയാണ് നമ്മൾ ഓതുന്നത്. അദ്ദേഹത്തിന് തന്നെയുള്ള വലിയൊരു ഖുതുബയുണ്ട്. അതിൽ മൗലിദാഘോഷത്തിന്റെ മഹത്വവും റബീഉൽ അവ്വൽ 12 ആരംഭ റസൂല് ജനിച്ച വിഷയങ്ങളുമൊക്കെ ഇബ്നു ബാത്തൽ മിസ്രി പറഞ്ഞിട്ടും ഉണ്ട്. ഇത് മൂന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ മുജാഹിദുകൾ ഈ രീതിയിൽ എതിർക്കാൻ കാരണം? അത് ഓരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേദി മാറിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം. അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല അവർ എതിർക്കാനുള്ളത്? അത് റസൂലുള്ളാഹിനെ എതിർക്കുക എന്നുള്ളതിന് റസൂലുള്ളാഹിനുള്ള മഹബത്ത് ഇടിച്ചു കളയുമ്പോഴാണല്ലോ മുജാഹിദാകുക. തഅളീമു മാ അല്ലമല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുമ്പോൾ സുന്നിയാകും. തഹഖീറു മാ അല്ലമല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുമ്പോൾ മുജാഹിദാകും. അതാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ബഹുമാനിച്ചതാണ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. അവരെ നിസ്സാരപ്പെടുത്തുക, ആ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ആധാറുകൾ, അവിടുത്തെ തിരുശേഷിപ്പുകൾ, അതിനെ കൊച്ചാക്കുക, അതിനെ മോശമാക്കുക എന്നതൊക്കെ ഈ പറഞ്ഞ ബിദ്അത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെല്ലാന്ന് പറഞ്ഞു. കുണ്ടൂർസ്ഥാന മദ്ഹ് മമ്പർ തങ്ങളുടെ മദ്ഹൊക്കെ ചെല്ലാന്ന് ഖുർആനോണ്ട് ഹദീസ് കൊണ്ട് വ്യക്തമാക്കാം. ഒരുപാടുണ്ട്. വദക്കിറുഹും ബി അയ്യാമില്ലാഹ് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വിശദീകരിക്കാൻ നേരല്ല, ഇയാളുടെ മൈക്കന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ് ദിക്റു സ്വാലിഹീന കഫാറ വദിക്റുൽ അംബിയാഇ കഫാറ വദിക്റു സ്വാലിഹീന ഇബാദ ഔ കമാ ഖാൽ. എന്താ അമ്പിയാക്കന്മാരുടെ മഹത്വം പറയുന്നത് നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സാലിഹീങ്ങളുടെ മഹത്വം പറയുന്നത് അത് പുണ്യകർമ്മമാകുന്നു എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സ്വാലിഹീങ്ങളെ എന്ന് പറഞ്ഞതിൽ കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളും പെടും, ഒരു കുഴപ്പവും ഇല്ല. മൗലിദാകാശം നടത്താൻ വേണ്ടി ഖുർആനിൽ നിന്ന് നമ്മൾ തെളിവ് പിടിച്ചു. ഞാൻ പറഞ്ഞു എങ്കിൽ ഖുർആനിൽ വല്ല ഖുർആനിൽ മൗലിദേ ഉള്ളൂ. ഖുർആൻ എടുത്തു നോക്കിയാൽ മൗലിദല്ലാത്ത ഒന്നും ഞാൻ എവിടെ നോക്കിയിട്ടും കാണും. നോക്കുന്നതൊക്കെ മൗലിദ. ഞാൻ നോക്കുമ്പോ മൗലിദേ ഉള്ളൂ. ഒരുപാട് മൗലൂദുകൾ. സൂറത്ത് മറിയം എന്ന് പറഞ്ഞ മറിയം ബീവിന്റെ മൗലൂദ് അല്ലെ, ഓരോ നബിമാരുടെയും മൗലൂദ്. സൂറത്ത് മുഹമ്മദ്, സൂറത്ത് നൂഹ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, ഇതൊക്കെ അവരുടെ മഹത്വമാണ് പറയുന്നത്. എന്നാൽ അമ്പിയാക്കളുടെ മഹത്വം മാത്രമല്ല, എന്താ ഔലിയാക്കളുടേതുമുണ്ട്. ഏതാ ഔലിയാക്കൾ? അസ്ഹാബുൽ കഹ്ഫ് കണ്ടോ, ഗുഹാവാസികൾ വലിയ ഔലിയാക്കളാ. അവരെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു അധ്യായം തന്നെ അള്ളാഹു പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോ കരുതും ആണുങ്ങളുടെ മാത്രമേ ഉള്ളൂ, മഹതികളായ വലിയത്തുകളുടെ ഒന്നുമില്ല. അത് അറിയിക്കണം വേണ്ടിയിട്ടാണ് അള്ളാഹു സൂറത്ത് മറിയം തന്നെ പറയുന്നത്. മറിയം ബീവിന്റെ മൗലിദും മഹത്വമാണ് അതിൽ പറയുന്നത്. ഇഷ്ടംപോലെ ഖുർആൻ നോക്കിയാൽ ഇത് മാത്രമേ നമുക്ക് കാണുള്ളൂ. കാലത്ത് മൗലിദാഘോഷം ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. ഇനി എന്താ ചോദിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ അവർ പ്രത്യേകം ആഘോഷിക്കാൻ അവർ നിർദ്ദേശിച്ച ഒരുപാട് ഉദ്ധരണികളുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ അവരുടെ ദേശാക്കാം. ഒന്നെങ്കിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ ആദരിച്ച് ബഹുമാനിച്ച് ഒരാൾ മൗലിദ് നടത്തിയാലുള്ള ഗുണം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്. കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൻ അർളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഒരാള് ഓതുകയും മേശല്ലാഞ്ഞാലുള്ള ഗുണമാണ് അതിന് ഇബാറത്തിന് കിട്ടണില്ല. മൻ അർളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഒരാൾ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അങ്ങനെ അത് ഓതാൻ കാരണക്കാരനാകുകയും ചെയ്താൽ കാന റഫീഖി ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ, സിദ്ദീഖുൽ അക്ബർ പറയുകയാണ്, എന്റെ കൂടെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ നിഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. ആ ഇബാറത്ത് ഞാൻ വായിക്കാം. മൻ അൻഫഖ, പല 4 ഖലീഫമാരും പറയുന്നത് കാണാം, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാൻ ഒരു ദിർഹം ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, മൻ അർളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ ആരെങ്കിലും ആദരിച്ചാൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാകുന്നു. ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. താബിഈകളുടെ നേതാവായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദിൻ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഉഹദ് പർവ്വതം സമാനമായി സ്വർണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മുഴുവനും ഞാൻ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ഇത് പറയുന്നത് ആരാ? 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താബിഈകളുടെ ഹെഡായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പൊ ഇത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആ പുണ്യം കൊയ്തെടുക്കുന്നവരിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആട്ടീരി തങ്ങളുടെ മുത്തുനബി എന്ന വിഷയത്തിലുള്ള വഅള് ഉണ്ടാകും. അത് കഴിഞ്ഞ് വിവിധ രാഷ്ട്രങ്ങളിലെ ഈണത്തിലുള്ള മൗലിദ് പാരായണവും അവസാനം അറബന മുട്ടും നമ്മുടെ ഈ വേദിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്.
മജ്‌ലിസിൽ ആരംഭിക്കാൻ പോവുകയാണ്. വന്യരായ സയ്യിദ് അവറുകൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഇരിക്കുന്നവരൊക്കെ വളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ആളുകളെ എല്ലാവരെയും വേദിയിലേക്ക് ഇരുത്തുകയും ഇരുത്തുന്ന ആളുകളെ സദസ്സിന്റെ അടുപ്പിച്ചടുപ്പിച്ചിരുത്താൻ വേണ്ടിയും വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം. സദസ്സിലേക്ക് ഏൽപ്പിക്കപ്പെട്ട വളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ആളുകളെ നമ്മുടെ സദസ്സിലെത്തുമ്പോൾ അടുപ്പിച്ച് കസേലകൾ ഫില്ല് ചെയ്തിരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സാഹിബുൽ ബുറാഖി വ റഫറഫില റസൂലുള്ളാഹ് സ്വലവാത്തുൻ തഹിയ്യാത്തുൻ അലൈഹി സലാം. സാഹിബുൽ ബുറാഖി വ റഫറഫില റസൂലുള്ളാഹ് സ്വലവാത്തുൻ തഹിയ്യാത്തുൻ അലൈഹി സലാം. ഷഹിദൽ ജീമാലു വലബ്ബു ഹൈസു മസ്തല ബദ്റു മദീന ശിഫാഅൻ അൻത റസൂലുള്ളാഹി വസ്സലാം. ومن اللبية حتى ترجع لمن طاد سريعا لما نبي وافت عليه سلام. صاحب البراق ورفرف العلا رسول الله صلوات تحيات عليه سلام. ശൈഖുന കുണ്ടൂർ ഉസ്താദിന്റെ ഘട്ടം ഉറൂസിന്റെ സമാപനം കുറിക്കുന്ന നാളെ സൗഹൃദ സംഗമങ്ങളും അതുപോലെ തന്നെ സെമിനാറുകളും മമ്പറത്തപ്പാപ്പയുടെ മാല കൊണ്ട് തുടങ്ങി. അതിൽ മമ്പറത്തപ്പാപ്പയെക്കുറിച്ചുള്ള സെമിനാറും അതുപോലെ സൗഹൃദ സംഗമവും കഴിഞ്ഞാൽ നാളെ ആത്മീയ സമ്മേളനത്തെ നമ്മുടെ സമാപനമാക്കി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സാരസമ്പൂർണമായ വഅദ് നാളെ മഗ്‌രിബിന് ശേഷം കുണ്ടൂർ ഉസ്താദിന്റെ 8ാം ഉറൂസ് ബാറക്കിന്റെ സമാപന ദിവസമാണ്. നാളെ രാവിലെ 10 മണിക്ക് മമ്പറത്തപ്പാപ്പയെക്കുറിച്ചുള്ള അമീർ അലി ചാപ്പനങ്ങാടിന്റെ മമ്പുറം മാലയോടുകൂടെയാണ് നാളെ നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ശേഷം മമ്പറത്തപ്പാപ്പയുള്ള സെമിനാർ, ഉച്ചയ്ക്ക് ശേഷം സൗഹൃദ സംഗമം, അതിനുശേഷം സമാപന ദിവസമായ ആത്മീയ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള ഒട്ടനവധി പ്രമുഖർ സംബന്ധിക്കുകയാണ്.
ട്രാഫിക് വളണ്ടിയേഴ്സ് ഒഴികെയുള്ള മറ്റ് എല്ലാ വളണ്ടിയേഴ്സുകളും നമ്മുടെ ഭക്ഷണം പൊതിയുന്ന ഭാഗത്തേക്ക് നീങ്ങണം. ഫുഡ് വിഭാഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ട വളണ്ടിയേഴ്സുകളും ട്രാഫിക് എല്ലാ വളണ്ടിയേഴ്സുകളും ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങണം. ട്രാഫിക്കിലേക്ക് നിയോഗിക്കപ്പെട്ട വളണ്ടിയേഴ്സുകൾ മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. നമ്മുടെ ഉസ്താദിന്റെ മുഹിബീങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണം. അതിനുവേണ്ടി ഫുഡ് വിഭാഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരും മറ്റു എല്ലാ വളണ്ടിയേഴ്സുകളും എത്രയും പെട്ടെന്ന് ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു. വന്ദരായ തങ്ങപ്പാപ്പ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. വാഹല്ലിൽ ഖുബ്ബത്തുൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി മൽജാ വമൻജാ മുർതാഹൽ മുസ്താഖി ഇംബത അലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി താഹ വയാസീൻ വഅമീൻ നബിയുനാ ഉൻസുൽ ഗരീബിനാ അബ്യല മൗലാ സ്വാലിഹീനാ. വന്ദരായ നമ്മുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. സല്ലി വസല്ലിം അലൈഹി യാ റബ്ബനാ അസ്കാ സലാത്തില്ലാഹ് അദ്വമ നഹ്മദു യാ അല്ലാഹ് ഹുബ്ബൻ വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ജിനാക സല്ലല്ലാഹു അലൈക സല്ലമ നൂറല്ലാഹ് നർജു സഅദാതി വഹുവ ശഖവാതി യാ ഖൈറ റസൂലില്ലാഹ് അലൈക ദായിമൻ സല്ലല്ലാഹു വഹല്ലി മൗലിദി ഖുർറത്തിൽ ലൈലൈനി അശ്റഫി ഖൽഖില്ലാഹ് അഹ്മദ് താഹ റസൂലില്ലാഹ് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. തിരുനബി പഠനം എന്ന വിഷയത്തിൽ ഇന്ന് രാവിലെ തുടങ്ങി ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചുള്ള മദ്ഹാണ് ഇന്ന് നമുക്ക് മഗ്‌രിബിന് ശേഷം മുത്തുനബി എന്ന വിഷയത്തിൽ നമ്മളോട് വഅദ് പറയുന്നത് ബഹുമാനപ്പെട്ട വിപിയെ തങ്ങൾ ആട്ടീരി ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദുള്ള കാലം എപ്പോ കണ്ടാലും തങ്ങപ്പാപ്പ ഒന്ന് വഅദ് പറഞ്ഞു തരണം എന്നെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പലപ്പോഴും ബാവ പറയും എല്ലാ മജ്‌ലിസിലും തങ്ങപ്പാപ്പാനെ കണ്ടപ്പോഴും ആളുണ്ടോ നോക്കൂല ഒരു വഅദ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പലപ്പോഴും വഅദ് പറയിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വിപിയെ തങ്ങൾ ആട്ടീരി ആശിഖുർ റസൂലായ കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽ ഈ മീലാദ് കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ മുത്തുനബി എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ നമ്മളോട് വഅദ് പറയാൻ പോകുകയാണ്. മക്കാമിന്റെ ഭാഗത്തൊക്കെയുള്ള ആളുകൾ അവിടൊക്കെ LCD സൗകര്യങ്ങൾ പലയിടത്തുണ്ടെങ്കിലും നമ്മുടെ മറ്റു തിരക്കാക്കാതെ എല്ലാ വളണ്ടിയേഴ്സും നമ്മുടെ ആളുകളെ സദസ്സിലേക്ക് തന്നെ കടത്തിയിരുത്തുക. ഇരിക്കുന്നവരിടക്ക് കസേലകൾ ഒഴിച്ചിടാതെ അല്പസമയം കഴിഞ്ഞാൽ കസാല ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇടക്കൊന്നും കസാലകൾ ഒഴിവാക്കാതെ എല്ലാവരും വേദിയിലേക്ക് വരിക. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അള്ളാഹു മുത്തുനബിന്റെ ബർക്കത്ത് കൊണ്ട് ദീർഘായുസ്സും ആഫിയത്തും ദീനി ഖിദ്മത്തിലായി നൽകുമാറാകട്ടെ. അള്ളാഹു തആല കുണ്ടൂർ ഉസ്താദിന്റെ എല്ലാ മരതും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജിലാനി, അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇതിങ്ങനെ നിയന്ത്രിച്ചൊക്കെ പോവുകയാണ്. അല്ലാഹു തആല എല്ലാ ഉറൂസും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ ഭാവിയിലെത്തി എന്ത് ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട തങ്ങപ്പാപ്പാടൊന്ന് പറയും, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കുണ്ടൂർ ഉസ്താദിന്റെ വളരെ മുഹിബും എല്ലാമായ ബഹുമാനപ്പെട്ട നമ്മളെ കുറുക്കോൾ ബാവഹാജി ഉസ്താദ് അന്തിയുറങ്ങുന്നത് വരെ ആ ബഹുമാനപ്പെട്ട ബാവഹാജിന്റെ ആ ഒരു ബന്ധത്തിലാണ്. ആ നിലയിൽ എല്ലാ കാര്യത്തിനും അസ്ഹാബുൽ ബദറിനെ വളരെ സ്നേഹിച്ച് എല്ലാ കൊല്ലവും നമ്മുടെ സംഘങ്ങൾക്കൊക്കെ ബദറിൽ വരെ സ്വീകരണം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ബാവഹാജി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. തുടങ്ങി നമ്മുടെ ഒരുപാട് ആളുകൾ, നമ്മുടെ വേങ്ങര അബ്ദുഹാജി അടക്കം ഒരുപാട് ആളുകൾ, നമ്മുടെ ബാസി ബാക്കവി അവറുകളുണ്ട്, ഒരുപാട് ആളുകൾ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങൾ, ആട്ടീരി തങ്ങൾ അവറുകളെ ആ മുത്തുനബി എന്ന വിഷയത്തെക്കുറിച്ച് വഅദ് പറയാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. يتفاوت الناس في الإيمان بقدر تفاوتهم في محبته. ألا لا إيمان لمن لا محبة له. ألا لا إيمان لمن لا محبة له. ألا لا إيمان لمن لا محبة له. ഏറ്റവും ആദരണീയരായ സയ്യിദ് യൂസുഫ് അൽ ജിലാനി തങ്ങൾ, മറ്റു സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, മുത്തഅല്ലിമുകൾ, കാരണവന്മാർ, യുവാക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമ്മെയും നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. വലിയ വിശാലമായ ഒരു വിഷയം, മുത്തുനബി എന്ന ഒരൊറ്റ വാക്ക് ഏത് റൂട്ടിലേക്ക് അത് തിരിച്ചുവിടണമെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇവിടുത്തെ പരാമർശത്തിൽ തന്നെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു എന്നും എനിക്ക് നിശ്ചയമില്ല. പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു മണിക്കൂർ നമുക്കൊന്നും അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞെവിടെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശ്രോതാക്കളായ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. എന്നാലും പറയുന്നതെല്ലാം ബറക്കത്താക്കപ്പെട്ട ഒരു വിഷയമാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുലുഖ് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, നബിതങ്ങളുടെ സ്വഭാവം ഖുർആനാണ്.
എന്ന് പറഞ്ഞു. തങ്ങളുടെ സ്വഭാവം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനാകുമോ അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും പറഞ്ഞു എന്ന് മഹാന്മാർ വ്യാഖ്യാനിച്ചു കാണാം. പരിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും വ്യാഖ്യാനിച്ചു തീർക്കാനോ പറഞ്ഞവസാനിപ്പിക്കുവാനോ കഴിയുന്ന ഒരു ഗ്രന്ഥമാണോ? അല്ല. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഈ ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ മുഴുവനും പേനകളാക്കി, സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷികളുമാക്കി, ഈ പേന ഉപയോഗിച്ച് മഷി ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചാൽ, ഖുർആനെ സംബന്ധിച്ച് എഴുതിയാൽ വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ ഐ 10 മറാത്തിൻ മദദാ, ഭൂമിയിലുള്ള സർവ്വ വെള്ളങ്ങളും വറ്റിപ്പോയി, മരങ്ങളെല്ലാം എഴുതി തേഞ്ഞുപോയി. അപ്പോൾ അള്ളാഹു വീണ്ടും ഈ വെള്ളം ആവർത്തിച്ചു മടക്കി തന്നു. വീണ്ടും ഈ വൃക്ഷങ്ങളെ ഈ പേനകളാക്കി മാറ്റി തന്നു. വീണ്ടും എഴുതി, വീണ്ടും വറ്റിപ്പോയി. 10 തവണ ഇന്ന് ഭൂമിലോകത്ത് എവിടെയെല്ലാം വെള്ളമുണ്ടോ ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാം എന്നാണ് കാന ഖുൽഖുൽ ഖുർആൻ എന്നതിന് പണ്ഡിതന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാനം. കാരണം ആ ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ട ഹദീസിൽ നബി തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എങ്ങനെയാണ് നബി തങ്ങളുടെ സ്വഭാവം? അതിന് മറുപടി കാന ഖുൽഖുൽ ഖുർആൻ എന്നാകുമ്പോൾ നബി തങ്ങൾ ഖുർആൻ അനുസരിച്ച് ഖുർആനിൽ പറഞ്ഞതൊക്കെ അപ്പടി പകർക്കുന്ന